ശ്രീ ഗംഗാധരൻ വൈദ്യർ, ശ്രീമതി കെ പി ശൈലജ, ഡോക്ടർ അപർണ, ആദരണീയരായിട്ടുള്ള ശ്രീ കെ എം എസ് നമ്പൂതിരിപ്പാട്, ശ്രീ വൈദ്യമഠം കൃഷ്ണകുമാരൻ നമ്പൂതിരി, ശ്രീ നരിപ്പറമ്പ് ദേവൻ നമ്പൂതിരി, ശ്രീ ശിവശങ്കരൻ മാസ്റ്റർ, ഗോപാലൻ നായർ മാസ്റ്റർ, ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായിട്ടുള്ള ശ്രീ കുമ്മളി നാരായണൻ നമ്പൂതിരിപ്പാട്, കല്ലാണിക്കാട് നാരായണൻ നമ്പൂതിരിപ്പാട് അടക്കം വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ സന്തോഷിക്കുകയും അതോടൊപ്പം അനൽപമായി അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലോകത്തിന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് നമ്മുടെ സ്വന്തമായ ആരോഗ്യശാസ്ത്രം, വൈദ്യശാസ്ത്രം. നമ്മളതിനെ ആയുർവേദം എന്ന് വിശേഷിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ അറിവുകളിലൊന്നാണ് അത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ വേദിയിൽ സംസാരിക്കുമ്പോൾ ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്നവരിൽ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ മുമ്പിൽ ഈ രാജ്യത്തിന് അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കാനുള്ളത് 5000 വർഷത്തെ ചരിത്രവും പൈതൃകവുമാണ്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളിൽ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെ ജനങ്ങൾ മാംസം പച്ചയ്ക്ക് തിന്ന് പ്രാകൃതരായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ലോകത്ത് മുഴുവൻ സമാധാനം പരക്കട്ടെ എന്ന ശാന്തി മന്ത്രം ഉരുവിട്ടുകൊണ്ട് മഹത്തായ ഒരു ദർശനം ലോകത്തിന് പരിചയപ്പെടുത്തിയ ആ പാരമ്പര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഇന്ത്യയുടെ കരുത്താണ്. ആ കരുത്താണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച് ഇത്രമാത്രം മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നത്. പല അറിവുകളും ലോകത്തിന് പ്രദാനം ചെയ്തത് ഈ ഭാരതമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർത്തെടുക്കാൻ സാധിക്കും. ലോകം കണ്ട ഒരുപക്ഷെ ഏറ്റവും മഹാനായ ശാസ്ത്രകാരനായ ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്, തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ലോകത്തെ എണ്ണാൻ പഠിപ്പിച്ചത് ഇന്ത്യക്കാരാണ്, ലോകത്തിന് അക്കങ്ങൾ സംഭാവന ചെയ്തത് ഇന്ത്യക്കാരാണ്. അവിടെ നിന്നാണ് ആധുനിക ലോകം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ മേഖലയിൽ കുതിച്ചു പായുമ്പോൾ ആ കുതിപ്പിൻ്റെ ഇന്ധനം അവർ ആവാഹിക്കുന്നത്, ഊർജം അവർ ആവാഹിക്കുന്നത് ഭാരതീയമായ അറിവുകളിൽ നിന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ അറിവുകളുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ അത് മറ്റുള്ള ചില ആളുകൾ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അതിനെ അംഗീകരിക്കേണ്ടതായി വരുന്നു എന്ന ഒരു ദുരന്തം കൂടി അതിനോടൊപ്പമുണ്ട്. നമ്മുടെ അറിവ്, നമ്മുടെ ചരിത്രം, പാരമ്പര്യം, പൈതൃകം, ഇതിൻ്റെ മഹത്വം പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും പ്രാചീനമായ കാലഘട്ടങ്ങളിൽ വരെ, അന്നത്തെ കാലത്തെ സങ്കീർണമായ ശസ്ത്രക്രിയകൾ വരെ ചെയ്ത് മുന്നോട്ട് പോകാൻ ചരകന്റെയും ശുശ്രുതന്റെയും ഒക്കെ ആ പാരമ്പര്യത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് ലോകം ഇന്ന് വിസ്മയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഭാഷാശാസ്ത്ര രംഗത്ത് 1960കളിൽ നോം ചോംസ്കി കണ്ടുപിടിച്ച പല നൂതനമായ ഭാഷാശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളുടെയും അടിത്തറ തേടി പോകുമ്പോൾ നമുക്ക് പാണിനീയത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ജ്യോതിശാസ്ത്ര രംഗത്ത് ആര്യഭടന്റെ കണ്ടുപിടുത്തങ്ങൾ പിൽക്കാലത്ത് ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളതാണ്. ലോകത്തിലെ ഇതര ഭാഗങ്ങളിലുള്ള മുഴുവൻ ജനങ്ങളും ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്നതിൻ്റെ എത്രയോ ആയിരക്കണക്കിന് മുമ്പ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ ഏതാണ്ട് കൃത്യമായി അന്നത്തെ കാലഘട്ടത്തിലെ അറിവിനെ സംബന്ധിച്ച്, ലോകത്തിന്റെ മുഴുവൻ അറിവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്രയോ മടങ്ങ് മുൻപന്തിയിൽ നിന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് സാധിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് വരെ ഏറ്റവും ആധുനികമായ അറിവുകൾ നമ്മുടെ മൊഹൻജദാരോയിലെയും ഹാരപ്പയിലെയും സംസ്കാരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ഒരു റോഡ് എങ്ങനെ ഉണ്ടാക്കണം, റോഡിൻ്റെ സൈഡിൽ എങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള കാനകൾ ഉണ്ടാക്കണം, അതെങ്ങനെ പരസ്പരം കണക്ട് ചെയ്യണം, അതെങ്ങനെ ഒരു ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സ്ഥലത്തേക്ക് അത് ഒഴുകിച്ചെന്ന് അവസാനിക്കണം, എങ്ങനെ
ഒരു ആധുനികമായ ടൗൺ പ്ലാനിങ് വരെ നമ്മുടെ ശാസ്ത്രങ്ങളിലും നമ്മുടെ അനുഭവങ്ങളിലും ചരിത്രത്തിലും ഉണ്ടായിരുന്നു എന്ന് വലിയ അത്ഭുതത്തോടു കൂടിയാണ് ലോകം നോക്കിക്കാണുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പക്ഷെ ഈ അറിവുകളൊക്കെ നമ്മുടേതാണ് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ അറിവിൻ്റെയൊക്കെ പാരമ്പര്യവും ഇതിൻ്റെയൊക്കെ